നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമലയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനായി അനുവദിക്കപ്പെട്ട പണം പദ്ധതി നിർവഹണത്തിന് ഏറ്റുവാങ്ങിയില്ല. നിലയ്ക്കലിൽ ഏറ്റെടുത്ത 250 ഏക്കർ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. റാന്നി വിദ്യാഭ്യാസ ഉപജില്ലാതല കായികമേളയ്ക്ക് സമാപനമായി. ഇടക്കുളം ഗുരുകുലം സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ഉപജില്ലാതല കായികമേളയിൽ കിസുമം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിഭകൾ ട്രാക്കിൽ മിന്നൽ പിണറുകളായി. MS സ്കൂളിലെ അഞ്ജു മാത്യു, ഗുരുകുലം സ്കൂളിലെ ലിനോസാം എന്നിവർ വേഗതയേറിയ താരങ്ങൾ. റാന്നി കിക്കുഴൂരിൽ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ സംസ്കാരം ഇന്ന് നടന്നു. ആദരാഞ്ജലി അർപ്പിക്കുവാൻ റാന്നി ഒന്നായെത്തി. ഞാൻ ലാൽ മാത്യു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമലയിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന പണം ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്ന് ആക്ഷേപം. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ശുപാർശ അനുസരിച്ച് ഇടത്താവള വികസനത്തിനായി അനുവദിച്ച നിലയ്ക്കലെ 250 ഏക്കർ സ്ഥലം പോലും ഫലപ്രദമായി ഉപയോഗിക്കാത്ത ദേവസ്വം ബോർഡ് നടപടി അപലപനീയമെന്നും പരിരക്ഷണ സമിതി. ശബരിമലയിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ 2011 സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. പമ്പാ നദിയിലെ ജലവിതരണം കാര്യക്ഷമമാക്കുക, സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾക്കായാണ് തുക അനുവദിച്ചത്. എന്നാൽ ഈ തുക ഉപയോഗിച്ച് സന്നിധാനത്തേക്ക് ഓട്ടോറിക്ഷ വരുന്നതടക്കമുള്ള പ്രവൃത്തികൾക്ക് പണം വിനിയോഗിക്കാനായിരുന്നു ദേവസ്വം ബോർഡ് തീരുമാനം. അതിന് അനുമതിയൊട്ട് ലഭിച്ചതുമില്ല. ഇപ്പോഴും ഈ തുക പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ അനാഥമായി കിടക്കുന്നു. അതിനു മുൻപ് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണത്തിന് LDF സർക്കാർ അനുവദിച്ച 29 കോടി രൂപയും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി UDF സർക്കാർ അനുവദിച്ച 30 കോടി രൂപയും ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. തീർത്ഥാടന കാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഖരമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതുമൂലം മഴക്കാലത്ത് ചീഞ്ഞളിഞ്ഞ് പമ്പാ നദിയിൽ എത്തിച്ചേരുന്നു. പമ്പയിലെ തിരക്കൊഴിവാക്കാനും പമ്പാ നദിയെ മാലിന്യ വിമുക്തമാക്കാനും ലക്ഷ്യമിട്ട് നിലയ്ക്കലിൽ 250 ഏക്കർ ഭൂമി ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നു. നിലയ്ക്കൽ ഇടത്താവളം വികസിപ്പിക്കുമ്പോൾ പമ്പയിലെ ഹോട്ടലുകളും മറ്റും ക്രമേണ നിർത്തലാക്കാനുമായിരുന്നു വിഭാവനം ചെയ്തിരുന്നതെന്ന് പമ്പ പരിരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി NK സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ ഒരു പരിസ്ഥിതി സൗഹൃദമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ശബരിമലയെ സംബന്ധിച്ച് ഒരു കാനന ക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത്. വൃക്ഷലതാദികളും ജൈവവൈവിധ്യവും ജലസ്രോതസ്സുകളും ഒക്കെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ അനിവാര്യമായ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പഴയ ആളുകൾ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒട്ടേറെ ആചാരാനുഷ്ഠാനങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ആ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വിസ്മരിക്കപ്പെട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശബരിമല പൂങ്കാവനവും ഒരു പരിസ്ഥിതി സൗഹൃദ കാഴ്ചപ്പാടുണ്ടാവുകയും അതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് ഒരു എൻവയോൺമെന്റ് മാനേജ്മെന്റ് സെൽ ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. 2005 സെപ്റ്റംബർ 15 സ്ഥലം കൈമാറി ലഭിച്ചെങ്കിലും ഇടത്താവള വികസനത്തിനുള്ള ശാസ്ത്രീയമായ രൂപരേഖ പോലും തയ്യാറാക്കാൻ ദേവസ്വം ബോർഡിനായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. റാന്നി വിദ്യാഭ്യാസ ഉപജില്ലാതല കായികമേളയ്ക്ക് സമാപനമായി. ഇടക്കുളം ഗുരുകുലം ഹൈസ്കൂളിനാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. MS ഹയർ സെക്കൻഡറി സ്കൂളിന് 2ാം സ്ഥാനവും SC ഹയർ സെക്കൻഡറി സ്കൂളിന് 3ാം സ്ഥാനവും ലഭിച്ചു. റാന്നി ഉപജില്ലാതല സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി. 3 ദിന മത്സരങ്ങളാണ് ഇന്ന് ട്രാക്ക് വിട്ടത്. മികച്ച പ്രതിഭകളെ സംഭാവന ചെയ്തുകൊണ്ടാണ് റാന്നി ഉപജില്ലാതല കായികമേള സമാപിക്കുന്നത്. ഓട്ടമത്സരം ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ശ്രദ്ധേയമായി. റിലേ മത്സരങ്ങളാണ് ഇന്ന് പ്രധാനമായും പൂർത്തിയാക്കിയത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ നിറഞ്ഞ പങ്കാളിത്തമാണ് റിലേയിലുണ്ടായത്. ജാവലിംഗ് ത്രോ, ഹാർമർ ത്രോ എന്നീ മത്സരങ്ങളും 3ാം ദിനത്തിൽ പൂർത്തിയാക്കി. ജാവലിംഗ് ത്രോയിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിലും പെൺകുട്ടികളുടെ വിഭാഗത്തിലുമായി 18 വിദ്യാർത്ഥികൾ പങ്കെടുത്തു.
180 പോയിന്റ് നേടി ഇടക്കുളം ഗുരുകുലം ഹൈസ്കൂളാണ് കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 120 പോയിന്റുമായി റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. 98 പോയിന്റ് നേടി റാന്നി SC ഹയർ സെക്കൻഡറി സ്കൂൾ റാന്നി കായികമേളയിൽ മൂന്നാം സ്ഥാനം നേടി. ഗുരുകുലം സ്കൂളിലെ ലിനോ സാം ചാക്കോയാണ് 15 പോയിന്റ് നേടി വ്യക്തിഗത മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു കായിക പ്രതിഭ. ഞങ്ങളുടെ സ്കൂളിലെ അതികഠിനമായ ഞങ്ങൾ രാവിലെ വൈകുന്നേരം പ്രാക്ടീസ് മൂലമാണ് ഞങ്ങൾക്ക് ഇത്രയും ചാമ്പ്യൻഷിപ്പ് നേടാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ സുമേഷ് സാറും ആനന്ദ് സാറും അതുപോലെ തന്നെ ഞങ്ങളുടെ HM ലാലു സാറും ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനം തന്നിരുന്നു. വീട്ടുകാരും അതുപോലെ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും നല്ല പ്രോത്സാഹിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും സബ്ജക്റ്റ് തലത്തിൽ ചാമ്പ്യൻ ആകാൻ പറ്റിയത്. അതുപോലെ എനിക്ക് ചാമ്പ്യൻ ആകാൻ പറ്റിയ ഐറ്റങ്ങൾ 100ഉം 200ഉം ലോങ് ജമ്പിലാണ് എനിക്ക് ചാമ്പ്യൻ ആകാൻ പറ്റിയത്. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗുരുകുലം സ്കൂളിലെ തന്നെ ശ്രീലക്ഷ്മിയും വ്യക്തിഗത ചാമ്പ്യനായി. ജൂനിയർ ഗേൾസ് ആണ്. 800, 1500, 3000 എന്നീ ഓട്ടങ്ങളിലാണ് ഞാൻ മത്സരിച്ചത്. 3 എണ്ണത്തിന് ഫസ്റ്റ് കിട്ടി. ഗുരുകുലം സ്കൂളിൽ നിന്നുള്ള അക്സ ബിജുവാണ് സബ് ജൂനിയർ വിഭാഗത്തിലെ വ്യക്തിഗത ചാമ്പ്യൻ. ഞാൻ സബ് ജൂനിയർ വിഭാഗത്തിൽ 100, 200 ലോങ് ജമ്പ് ആണ് മത്സരിച്ചത്. ആനന്ദ് സാറും സുമേഷ് സാറുമാണ് ഞങ്ങളെ ഔദി തൊട്ട് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് റാന്നിയുടെ കായികമേള കാണാനെത്തിയത്. സമാപന ദിനത്തിൽ ഗാലറി തിങ്ങി നിറഞ്ഞു. ന്യൂസ് ബ്യൂറോ, റാന്നി. റാന്നിയിൽ നടന്ന ഉപജില്ലാതല കായികമേളയിൽ കിസുമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 52 കായിക പ്രതിഭകൾ മിന്നൽ പിണരുകളായി. 7 ഒന്നാം സ്ഥാനവും 12 രണ്ടാം സ്ഥാനവും 13 മൂന്നാം സ്ഥാനവും നേടിയെടുത്തുകൊണ്ടാണ് കിസുമം സ്കൂൾ റാന്നിയിൽ കായികമേളയ്ക്ക് തിളക്കമായത്. ഭൗതിക സാഹചര്യത്തിന്റെ പരിമിതിയിലും കിസുമം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ റാന്നിയിൽ നടന്ന ഉപജില്ലാതല സ്കൂൾ കായികമേളയിൽ മിന്നൽ പിണരുകളായി. മത്സരിച്ച ഇനങ്ങളിലെല്ലാം വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് കിസുമം സ്കൂളിൽ നിന്നെത്തിയ 52 പ്രതിഭകളും റാന്നിയുടെ ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് വന്നത്. വൈകിട്ട് നടന്ന കളർഫുൾ ഇനമായ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ റിലേ മത്സരത്തിൽ 1ാം സ്ഥാനത്തിന്റെ അഭിമാന നേട്ടം കൊയ്തെടുത്തുകൊണ്ടാണ് കിസുമം സ്കൂളിലെ 4 പെൺകുട്ടികൾ സ്റ്റേഡിയം വിട്ടത്. അൻസിയ, അഞ്ജു, ജോബിന തങ്കച്ചൻ, ബിജോയി മോൾ എന്നീ കായിക പ്രതിഭകളാണ് റിലേയിൽ കിസുമത്തിന്റെ അഭിമാനമായത്. അൻസിയയുടെയും ജോബിന തങ്കച്ചന്റെയും അവസാന തീപാറലാണ് റിലേയിൽ 1ാം സ്ഥാനം കൊയ്തെടുത്തത്. മിക്ക സ്കൂളുകളിൽ നിന്നെത്തിയ കുട്ടികൾ ബ്യൂട്ടിട്ടുകൊണ്ട് ട്രാക്കിലിറങ്ങിയപ്പോൾ കിസുമം സ്കൂളിലെ പ്രതിഭകൾ വെറും കാലിൽ തന്നെയാണ് റാന്നിയുടെ ചരൽ നിറഞ്ഞ ട്രാക്കിൽ ഓടിത്തീർത്തത്. ആദ്യ ദിനം തന്നെ നല്ല നേട്ടം പിടിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് ഈ 52 പ്രതിഭകൾ റാന്നിയിൽ ശ്രദ്ധേയമായത്. പക്ഷേ ഇന്ന് രാവിലെ നടന്ന ജാവലിംഗ് ത്രോയിൽ കിസുമം സ്കൂൾ പിന്നാക്കം പോയി. എങ്കിലും 7 ഒന്നാം സ്ഥാനവും 12 രണ്ടാം സ്ഥാനവും 13 മൂന്നാം സ്ഥാനവും നേടിയെടുത്തുകൊണ്ടാണ് കിസുമം സ്കൂൾ റാന്നിയിൽ നിന്ന് വണ്ടി കയറിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നല്ല നേട്ടം. എല്ലാവരും മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പരിമിതമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും സാമൂഹികമായ പിന്നാക്കാവസ്ഥയും എല്ലാം ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പോയിന്റ് നിലവാരം എത്രയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് 7 ഫസ്റ്റും 12 സെക്കൻഡും 13 തേർഡും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു പെർഫോമൻസാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെയേറെ മെച്ചപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അധ്യാപകരുടെയും ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം വഴിയാണ് ഇത്രയൊരു മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. കായിക അധ്യാപകരില്ല, പരിശീലനത്തിന് സ്കൂൾ ഗ്രൗണ്ടില്ല. ഇത്തരം പരിമിതികളെ പിന്നാക്കം തള്ളിക്കൊണ്ട് തന്നെയാണ് ഈ 52 പ്രതിഭകൾ റാന്നിയിൽ തിളങ്ങി നിന്നത്. കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാനോ ദിവസമോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും അല്ല സ്കൂളിൽ. വളരെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. ഇത്രയൊക്കെ നേടുകയും ഞങ്ങൾക്ക് വളരെയധികം 2 വർഷം മുൻപ് സ്വന്തം സ്കൂളിനേറ്റ അക്കാദമിക് നിലവാരത്തിന്റെ കുറവ് അതിവേഗം പരിഹരിച്ചുകൊണ്ട് നല്ല പാഠം പഠിച്ചുകൊണ്ടാണ് കിസുമം സ്കൂൾ യാത്ര തുടരുന്നത്. ഇനി കിസുമം ഹയർ സെക്കൻഡറി സ്കൂൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പിന്നാക്കത്തിലല്ല. കായിക ലോകത്തിന്റെ ഈ മിന്നൽ പിണർ പോലെ അതിവേഗം ബഹുദൂരത്തിൽ തന്നെയാണ്. പുനൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി. LD ക്ലാർക്ക് പരീക്ഷ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള റാന്നി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് മുൻപ് അപേക്ഷ നൽകണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം.
രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735 223938 8547651210 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹ മംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735 225197 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724 8086554688. കൂടുതൽ വാർത്തകളിലേക്ക്. റാന്നി കീക്കുഴൂരിൽ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ സംസ്കാരം നടന്നു. ഇരുവരുടെയും മൃതദേഹങ്ങൾ റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടിന്റെ നാനാതുറയിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തി. ജില്ലയെ കണ്ണീരിലാഴ്ത്തിയ കീക്കുഴൂർ കൊലപാതക കത്തിക്കിരയായ മെൽവിൻ, മെബിൻ എന്നീ കുട്ടികളുടെ സംസ്കാരം ആയിരങ്ങളുടെ വിലാപങ്ങളോടെ കീക്കുഴൂർ ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു. രാവിലെ 9:20 റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടിന്റെ നാനാതുറയിലുള്ളവർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനെ ഞങ്ങളുടെ പുനരുദ്ധാനത്തിനുമേ ഞങ്ങളുടെ വർണ്ണത്തിന്റെ നവീകരണത്തിനുമായി പരിപാലിക്കുന്നവരാനെ ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും അർപ്പിക്കും. ഭക്തന്മാരെ ദൈവം കൃപ ചെയ്യും. ദൈവത്തിൽ 2 ആളുകൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടതാണ്. മെൽവിന്റെ സഹപാഠികളായ കുരുന്നുകൾ
കഴിഞ്ഞ ഞായറാഴ്ച കീഴ്ക്കൊഴൂരിൽ എന്ത് സംഭവിച്ചു എന്നറിയാത്ത നിർവികാരരായി മെൽവിൻ്റെയും മെബിൻ്റെയും മൃതശരീരത്തിനരികിൽ നിന്നു. രക്ഷിതാക്കളും അധ്യാപകരും വിങ്ങിപ്പൊട്ടി. ആയിരങ്ങളാണ് നിമിഷങ്ങൾക്കകം സെൻറ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെത്തിയത്. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ രാവിലെ 10 മണിയോടെ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. രാജു അബ്രഹാം MLA റാന്നിക്ക് വേണ്ടി അനുശോചനം അറിയിച്ചു. താൻ പഠിച്ച വിദ്യാലയത്തിൽ തൻ്റെ സഹപാഠികൾക്കൊപ്പമാണ് അന്ത്യയാത്രയ്ക്കായി സെൻറ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ഈ തിരുമുറ്റത്ത് പ്രാർത്ഥനകൾ ഏറ്റ് ഈ ലോകത്ത് നിന്ന് യാത്രയാക്കാൻ പ്രിയപ്പെട്ട മെബിനും തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇന്നലെ വരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മെൽബിൻ തങ്ങളോട് സംസാരിക്കാൻ, തങ്ങളോട് കളി പറയാൻ, തങ്ങളുടെ കുസൃതികളിൽ പങ്കെടുക്കാൻ. മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ്, പത്തനംതിട്ട രൂപത അധ്യക്ഷൻ ഡോക്ടർ യുഹാനോമർ ക്രിസോസ്റ്റം എന്നിവരുടെ കാർമ്മികത്വത്തിൽ തുടർന്ന് ധൂപപ്രാർത്ഥന നടത്തി. ഈ ദിവസങ്ങളെല്ലാം വളരെ വേദനയുടെ അനുഭവങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് വളരെ അതിദാരുണമായ തലത്തിൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയാക്കപ്പെട്ടതിൻ്റെ നടുക്കത്തിലാണ് നമ്മളെല്ലാവരും. പൈതങ്ങളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന് അരുളി ചെയ്ത യേശു തമ്പുരാന്റെ പൊന്നോമന മക്കൾ ഈ സ്കൂളിലെ മേൽബിനും വിടരുവാൻ തുടങ്ങുന്ന മേബിനും ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ നാം എത്രമാത്രം പിന്തിരിഞ്ഞു നോക്കണമെന്നും ഇതുപോലെയുള്ള ക്രൂരത ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ, പഴവങ്ങാടി, അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അനിത അനിൽകുമാർ, മേഴ്സി അബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനി വലിയകാല, ഷൈനി രാജീവ്, വാർഡ് മെമ്പർ മോൺസി ഇടക്കുള, സ്കൂൾ മാനേജർ ഫാദർ രഞ്ജിത്ത് ആലുങ്കൽ, സിറ്റഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബിജു ജോൺ, ഡോക്ടർ ഫാദർ ബെൻസി മാത്യു തുടങ്ങി നാടിൻ്റെ നാനാതുറയിലുള്ളവർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. ഈ സമൂഹത്തിൻ്റെ വലിയ ധാരണയും കൊച്ചതും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് വളർന്നു വന്ന 2 കുഞ്ഞുങ്ങൾ വളരെ അപ്രതീക്ഷിതമായി ആകസ്മികമായി നമുക്കവർക്കും ചിന്തിക്കാൻ കഴിയാത്തതുണ്ട്. ഇങ്ങനെ ചെയ്ത ഈ കുറ്റവാളികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് തന്നെ നമുക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ ദൈവം തമ്പുരാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം തന്നെ ഇത് കാണുമ്പോൾ വളരെ ദുഃഖം തോന്നും. കാരണം ഒരു തെറ്റ് ചെയ്യാത്ത കുഞ്ഞുങ്ങൾ എത്രയധികം ശിക്ഷ അനുഭവിച്ചല്ലോ എന്ന് ഉള്ള ഒരു ദുഃഖം അദ്ദേഹത്തിന് തോന്നും. തീർച്ചയായിട്ടും ഈ തിരിച്ചുള്ള വളരെയധികം മറ്റുള്ളവരെയാണ് എല്ലാവരും കേൾക്കുന്നത്. ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ള കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാലും കുടുംബങ്ങൾക്ക് ആശ്വാസം പകർത്തുകയും ഈ വേർപാട് ആകാനുള്ള തന്റെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും നമുക്കറിയാം. ശനിയാഴ്ച പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മരണത്തോടനുബന്ധിച്ചാണല്ലോ നാം ഇവിടെ ആയിരിക്കുന്നത്. ഈ വലിയ മാറായുടെ അനുഭവത്തെ മധുരമാക്കുവാൻ സുവർണഭൂമിയിൽ പരിശുദ്ധാത്മാവുന്ന കഥയെ കൈപ്പേറിയ വെള്ളത്തിൽ വെട്ടിയിട്ടപ്പോൾ അത് മധുരമുള്ളതായി തീർന്നതുപോലെ
മാനുഷിക ശക്തിക്ക് ഈ മാറായെ മാറ്റുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ മുഴുവനെ കെട്ടട്ടെ. നിറസാന്നിധ്യമായിരുന്ന ഈ സ്കൂളിൽ ഇനി എത്തുകയില്ല എന്ന വലിയ യാഥാർത്ഥ്യം നമ്മളെല്ലാവരെയും വലിയ സങ്കടത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ആ ഒരു വേദനയിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. ഈ സ്കൂളിലെ മുഴുവൻ മാതാപിതാക്കളും മുഴുവൻ കുഞ്ഞുങ്ങളും ഇവർക്ക് വലിയ പ്രാർത്ഥനയുടെ പിൻബലം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ വലിയ വേർപാടിനെ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ബലിയായി നൽകാൻ തയ്യാറായതുപോലെ ഈ മക്കൾ അംഗീകരിക്കുവാനായിട്ട് 9:20 പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞാണ് കീഴ്ക്കൊഴൂരിലേക്ക് കൊണ്ടുപോയത്. ഇതിനിടയിൽ സ്കൂൾ പരിസരം ആയിരങ്ങളുടെ തിരക്കിൽ അനിയന്ത്രിതമായി. ന്യൂസ് ബ്യൂറോ, റാന്നി. റാന്നിയിൽ നടന്ന ഉപജില്ലാതല കായികമേളയിൽ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ജു മാത്യു വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടി. ട്രാക്കിലെ ഓട്ടക്കാരിയായാണ് അഞ്ജു കായികമേളയിൽ ശ്രദ്ധേയായത്. റാന്നിയിലെ കായികമേളയിൽ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അഞ്ജു മാത്യു ശരവേഗമായി. റിലേയിലെ 2ാം സ്ഥാനമൊഴിച്ചാൽ പങ്കെടുത്ത എല്ലാ ഓട്ടമത്സരത്തിലും അഞ്ജു ട്രാക്കിലെ താരമായി. കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിച്ച സ്കൂളിന്റെ പ്രതിഭ എന്ന നിലയിൽ കരഘോഷങ്ങൾക്കിടയിലാണ് അഞ്ജു മാത്യു ട്രാക്കിലിറങ്ങിയത്. നൂറ് 200 മീറ്ററുകളിൽ ട്രാക്കിൽ വിസ്മയം തീർത്താണ് അഞ്ജു 1ാം സ്ഥാനം ഓടിയെടുത്തത്. നിലവിലെ ജില്ലാതല റെക്കോർഡുകൾ മറികടന്നാണ് അഞ്ജു മാത്യു ട്രാക്കിൽ ഓടിത്തീർത്തതെന്ന് പറയാം. എല്ലാവർക്കും നന്ദി അറിയിച്ച അഞ്ജു മാത്യു പരിശീലനത്തിന്റെ പരിമിതി ട്രാക്കിന് വെളിയിൽ നിന്ന് മലനാട് ന്യൂസിനോട് പറഞ്ഞു. പ്രാക്ടീസ് ഞങ്ങൾക്ക് അധികം ലഭിച്ചില്ല എങ്കിലും സാറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ഹഡിൽസ് ഈവൻ്റ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിനുള്ള സാഹചര്യങ്ങൾ വിടില്ല, ഹഡിൽസ് ഇല്ല. ഞങ്ങൾക്ക് പിറ്റ് ശരിയായി പിറ്റില്ല. പിറ്റിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ട്രാക്ക് മഴയൊക്കെ പെയ്താൽ തന്നെ ട്രാക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾ വീണിട്ടാണേലും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഞ്ചുറി പറ്റിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യ പരിശീലകൻ എബ്രഹാമിനെ ഏറ്റവും വൈകാരികമായി തന്നെ അഞ്ജു ഓർത്തെടുത്തു. എബ്രഹാം സാർ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പപ്പ എന്നെ ആദ്യമായിട്ട് സ്പോർട്സിന് ഇറക്കിയ സാറാണ്. സാറിനെ ഇപ്പം ഞാൻ ഓർക്കുന്നു. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. റാന്നി മോതിരവയൽ ചരിവിൽ ലാൽ മാത്യു അനിത ദമ്പതികളുടെ 2 മക്കളിൽ ഇളയ മകളാണ് അഞ്ജു മാത്യു. സ്പോർട്സ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിൽ തന്നെയും സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ജില്ലാ മീറ്റിന് ഇപ്പം അടുത്ത ജില്ലാ മീറ്റാണ്. ഈ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ പ്രാക്ടീസിന് ഇറങ്ങി. ജില്ലാ മീറ്റ് വരുമ്പോഴും ഞങ്ങൾക്ക് പ്രാക്ടീസിന് ഇറങ്ങണം. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സ്പോർട്സ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. രക്ഷിതാക്കളുടെ സമർപ്പണമാണ് തന്നെ ട്രാക്കിൽ വിസ്മയമാക്കി തീർക്കുന്നതെന്ന് അഞ്ജു മാത്യു ഹൃദ്യമായി പറഞ്ഞു വെച്ചു. പപ്പയുടെ സപ്പോർട്ടും സ്കൂളിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുട്ടികൾക്കെല്ലാം തന്നെ പപ്പായാണ് മെയിൻ. പിന്നെ മമ്മി, ചേച്ചി, പിന്നെ ഞങ്ങളുടെ വീട്ടുകാർ എല്ലാവരും, ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളുകാരും കൂട്ടുകാരാണേലും നോട്ട്സൊക്കെ എഴുതി തരാനും നല്ല സപ്പോർട്ടാണ്. പുനവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി. 3 ദിന കായികമേളയുടെ സംഘാടനത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പരാതിയുമായി ട്രാക്കിലിറങ്ങി. ട്രാക്കുകളുടെ പരിമിതിയെപ്പറ്റിയായിരുന്നു പ്രധാന പരാതി. മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ റാന്നി ഉപജില്ലാതല സ്കൂൾ കായികമേളയിൽ കുറച്ച് പരാതികളുമുണ്ടായി. സംഘാടനത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ തന്നെയാണ് ട്രാക്കിലിറങ്ങി ശോഭിച്ചത്. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ട്രാക്ക് ഒരുക്കിയാണ് കായിക പ്രതിഭകളെ മത്സരത്തിനായി വിളിച്ചിറക്കിയത്. എന്നാൽ ട്രാക്ക് വേണ്ടത്ര സൗകര്യപ്രദമായിരുന്നില്ലെന്നാണ് പ്രതിഭകൾ പരാതിപ്പെട്ടത്. ഇവിടെ എന്താ പറയുക, കായികത്തിനോട് അധികം താല്പര്യമില്ല. ഇപ്പം തന്നെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇതിനു മുമ്പ് നേരത്തെ നടത്തേണ്ട മത്സരങ്ങളാണ് ഇപ്പോൾ ലാസ്റ്റിൽ പിന്നോക്കമായിട്ട് നിൽക്കുന്നത്. ഇവിടെ മാത്രമല്ല, പല ജില്ലകളിലും ഇപ്പോൾ അതുപോലൊക്കെ തന്നെയാണ്. കർച്ചമി ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ പല ഇവൻറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചേഞ്ച് ചെയ്താണ് ഇപ്പോൾ വരുന്നത്. കൺഫ്യൂഷനുണ്ട്. കുമ്മായം കൊണ്ടുള്ള കുറച്ച് വരയും കുറിയുമായി ട്രാക്ക് ഒതുങ്ങി. അങ്ങനെ കാണുന്നുണ്ട്. ട്രാക്ക് തെറ്റിച്ചാണ് കുട്ടികളെല്ലാം ഓടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൂട്ടിയിടി മൂലം ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് വരച്ചിരിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. ഓട്ടമത്സരത്തിനിടയിൽ ഹൈ ജമ്പും ലോങ് ജമ്പും ജാവലിംഗ് ത്രോയുമെല്ലാം ഇതേ സ്റ്റേഡിയത്തിൽ തന്നെ പൂർത്തിയാക്കേണ്ട പരിമിതിയായിരുന്നു മറ്റൊരു പരാതി.
കഴിഞ്ഞ വർഷമൊക്കെ കിഡീസിൻ്റെ വേറൊരു ദിവസങ്ങളായിരുന്നു നടത്തുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് നടത്തുന്നത്. അങ്ങ് ഒരു ഇതുള്ളതുകൊണ്ട് സമയം ഒത്തിരി 3 OC ഒക്കെ നീണ്ടു പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ 2 ദിവസം കൊണ്ടൊക്കെ നിർത്തുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നെ കിഡീസ്, ജൂനിയർ, സബ് ജൂനിയർ, സീനിയേഴ്സ് ഇതെല്ലാ മത്സരങ്ങളും ഒറ്റ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണോ? അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കിഡീസ് എന്ന് പറഞ്ഞാൽ സബ് ജൂനിയറിനേക്കാൾ ഏറ്റവും കൊച്ചു കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഇത്രയും ക്ഷീണിച്ച് ഇത്രയും നേരമൊക്കെ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ട്. അവർക്ക് വേറൊരു ദിവസം നടത്തുന്നതായിരുന്നു നല്ലത്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയാണ് നടത്തിയിരുന്നത്. ട്രാക്കിൽ ഓടിവരുന്നവരുടെ ഇടയിലൂടെ ജാവലിംഗ് ശരവേഗം പായുന്നതും റാന്നിയിലെ കായികമേളയിൽ കണ്ടു. അക്ഷരാർത്ഥത്തിൽ പ്രതിഭകൾ അമ്പരന്ന് നിന്ന നിമിഷങ്ങൾ. ആൺകുട്ടികളുടെ വിഭാഗം 100, 200 എന്നിവയിൽ 1ാം സ്ഥാനം ഓടിത്തീർത്താണ് മണ്ണടിശാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെൽവിൻ വിഷാദ് ട്രാക്കിൽ വിസ്മയമായത്. ഞാൻ അതിനുവേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്തത്. എനിക്കത് ആ ലക്ഷ്യത്തിൽ എന്നെ എത്തി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ട്രാക്കിൻ്റെ ബുദ്ധിമുട്ട് പറയണ 100ൻ്റെ ഫിനിഷിങ് വളരെ ഒരു ഇതുണ്ട്. ആ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഓടിയ സ്റ്റെപ്പിൻ്റെ ഭാഗത്തോടാണ് വരുന്നത്. മണ്ണടിശാല സ്കൂളിലെ തന്നെ പ്രിൻസിനാണ് 100 മീറ്ററിൽ 2ാം സ്ഥാനം. മുൻ വർഷങ്ങളിൽ ഞാൻ കോട്ടയത്താണ് കാഞ്ഞിരപ്പള്ളി ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഓടുന്നത് ആദ്യമായിട്ടാണ്. SC ഹയർ സെക്കൻഡറി സ്കൂളിലെ സൂര്യ സോമൻ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗം ലോങ് ജമ്പിൽ 1ാം സ്ഥാനം നേടിയെടുത്തു. 100 ലോങ് ജമ്പിന് ഫസ്റ്റ് വന്നു. ഇനി റിലേ ആണ് ഉള്ളത്. 100, 200 എന്നീ വിഭാഗത്തിൽ SC സ്കൂളിലെ തന്നെ മുഹമ്മദ് അജ്മൽ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗം ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം നേടി. ഞാൻ 100 മീറ്ററിന് സെക്കൻഡ്, 200 മീറ്റർ സെക്കൻഡുമാണ്. ഞാൻ ട്രാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ ഇച്ചിരി നീളം കൂടുതലും ഒരു സൈഡ് നീളം കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യം നിൽക്കുന്നവർക്ക് ഓടി ഫിനിഷ് ചെയ്യാൻ പാടാണ്. ഒരറ്റത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഓടി ഫിനിഷ് ചെയ്യാൻ ഭയങ്കര പാടാണ്. 1500, 3000 എന്നിവയിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ SC ഹയർ സെക്കൻഡറി സ്കൂളിലെ ജസ്റ്റിൻ കെ മാത്യു ട്രാക്കിൽ അത്ഭുതം തീർത്ത് 1ാം സ്ഥാനം നേടി. ഇതുവരെ 2 ഐറ്റത്തിന് ഞാൻ വിൻ ചെയ്തു. 1500-ന് ഫസ്റ്റ് ഉണ്ട്, 3000 മീറ്ററിനും ഫസ്റ്റ് ഉണ്ട്. ഇനി ട്രിപ്പിൾ ജമ്പ് ചാടാൻ പോവാണ്. ഹാമർ ത്രോ മത്സരത്തിൽ ഗുരുകുലം സ്കൂളിലെയും SC ഹയർ സെക്കൻഡറി സ്കൂളിലെയും അശ്വിൻ സാദ്, ആദിത്യൻ പിള്ള എന്നിവർ 1, 2 സ്ഥാനം നേടിയെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ ഇല്ലാത്ത റോഡിന് പണം അനുവദിച്ചതായി ആക്ഷേപം. പൂവന്മല, വാരിത്തുപടി, കുരുമ്പോലിപ്പടി, പാറക്കുളം എന്ന പേരിൽ ഇല്ലാത്ത റോഡിന്റെ പേര് പദ്ധതി രേഖയിൽ എഴുതി ചേർത്തതായും ആക്ഷേപമുണ്ട്. ഇത് സംബന്ധിച്ച് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ കർമ്മസമിതി അംഗം കൂടിയായ KK ലക്ഷ്മണൻ ആരോപിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്ക. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്ക. ഫോൺ 04735251024. മൊബൈൽ 9961 553202 9495068656. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735 226 773 224 347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത്
ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ് ഇട്ടിയപ്പാറ റാന്നി. ഫോൺ 9446057953. മന്ന കളക്ഷൻസ് കടന്തോട്ട് ബിൽഡിംഗ്സ് ഇട്ടിയപ്പാറ റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ് ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ് ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്, മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ് ഇട്ടിയപ്പാറ റാന്നി. ഫോൺ 9605296660. കൂടുതൽ വാർത്തകളിലേക്ക്. ശബരിമല തീർത്ഥാടകർക്കായി KSRTC വിപുലമായ സംവിധാനം ഒരുക്കുന്നു. പമ്പയിലെ താൽക്കാലിക ബസ് ഡിപ്പോ നവംബർ 13 ആരംഭിക്കും. ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി KSRTC വിപുലമായ ക്രമീകരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി നവംബർ 13 മുതൽ പമ്പ ബസ് ഡിപ്പോ പ്രവർത്തന സജ്ജമാകും. താൽക്കാലിക ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനവും നവംബർ ആദ്യവാരം മുതൽ പ്രവർത്തിച്ചു തുടങ്ങും. ആദ്യഘട്ടമെന്ന നിലയിൽ 100 ബസ്സുകളാകും പമ്പയിലേക്ക് മാത്രം അനുവദിക്കുക. 100 ബസ്സുകൾ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസായി നിരത്തിലിറങ്ങും. കഴിഞ്ഞ വർഷം ആദ്യഘട്ടത്തിൽ 80 ബസ്സുകൾ മാത്രമാണ് ഒന്നാം ഘട്ടമായി അനുവദിച്ചിരുന്നത്. സ്പെഷ്യൽ സർവീസായി ഇത്തവണ പത്തനംതിട്ട, കുമളി, കോട്ടയം, കൊട്ടാരക്കര, പന്തളം, തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട് ഡിപ്പോകൾക്കും ആവശ്യമായ ബസ്സുകൾ അനുവദിച്ചു നൽകുമെന്ന് KSRTC അറിയിച്ചു. സ്പെഷ്യൽ സർവീസായി ഇത്തവണ പത്തനംതിട്ട, കുമളി, കോട്ടയം, കൊട്ടാരക്കര, പന്തളം, തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട് ഡിപ്പോകൾക്കും ആവശ്യമായ ബസ്സുകൾ അനുവദിച്ചു നൽകുമെന്ന് KSRTC അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പമ്പ. റാന്നി അങ്ങാടി ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിശ്വാസവർഷ ത്രിദിനാഘോഷം നവംബർ 1, 2, 3 തീയതികളിൽ നടക്കും. 1 വൈകിട്ട് ഇടവക വികാരി ഫാദർ ജോസഫ് മാത്യു പതാക ഉയർത്തും. 2 വൈകിട്ട് 5:30 മരിച്ചവർക്കായുള്ള പ്രാർത്ഥനകളും 3 രാവിലെ 8 മാതാവിന്റെ കുരിശടിയിൽ നിന്ന് വിശ്വാസ റാലിയും തുടർന്ന് ദിവ്യബലിയും നടത്തുമെന്ന് സെക്രട്ടറി ഫ്രാൻസിസ് വട്ടപ്പറമ്പിൽ അറിയിച്ചു. നിര്യാതയായി. റാന്നി വാളൂർ വലിയകുളം വാളൂർ കിഴക്കേതിൽ മീനാക്ഷിയമ്മ നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 വീട്ടുവളപ്പിൽ നടക്കും. തങ്കരാജ്, ഇന്ദിര, തങ്കമ്മ എന്നിവർ മക്കളും മായ, മന്മഥൻ, പ്രഭ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനായി അനുവദിക്കപ്പെട്ട പണം പദ്ധതി നിർവഹണത്തിന് ഏറ്റുവാങ്ങിയില്ല. നിലയ്ക്കലിൽ ഏറ്റെടുത്ത 250 ഏക്കർ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. റാന്നി വിദ്യാഭ്യാസ ഉപജില്ലാതല കായികമേളയ്ക്ക് സമാപനമായി. ഇടക്കുളം ഗുരുകുലം സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ഉപജില്ലാതല കായികമേളയിൽ കിസുമം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിഭകൾ ട്രാക്കിൽ മിന്നൽ പിണറുകളായി. MS സ്കൂളിലെ അഞ്ജു മാത്യു, ഗുരുകുലം സ്കൂളിലെ ലിനോസാം എന്നിവർ വേഗതയേറിയ താരങ്ങൾ. റാന്നി കിക്കുഴൂരിൽ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ സംസ്കാരം ഇന്ന് നടന്നു. ആദരാഞ്ജലി അർപ്പിക്കുവാൻ റാന്നി ഒന്നായെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.